നമസ്കാരം. ഗൂഗിൾ മാപ്പ് നോക്കി ഓടിച്ച കാർ തോട്ടിൽ വീണത് ഒരു വാർത്ത. ഗ്യാസ് ടാങ്കർ ലോറി ദേശീയപാത വിട്ട് ഇടവഴിയിൽ ബ്ലോക്കായത് മറ്റൊരു വാർത്ത. ബംഗളൂരു നഗരത്തിലെ ബന്ധുവീട്ടിലെത്താൻ അരമണിക്കൂറിന് പകരം വട്ടം കറങ്ങിയത് 4 മണിക്കൂർ. പുതിയ ഫീച്ചറുകളുമായി ഗൂഗിൾ മാപ്പ് ദിശ കാണിച്ച് മുന്നേറുമ്പോൾ പെരുവഴിയിലാകുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. മഴക്കാലത്താണ് ഇതേറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അബദ്ധങ്ങൾ സംഭവിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധക്കുറവുമുണ്ട്. ഗൂഗിൾ മാപ്പ് നമ്മോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. വെള്ളപ്പൊക്കവും കനത്ത മഴയുമുള്ള നേരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടും. ഇത് പക്ഷേ ഗൂഗിൾ മാപ്പ് പറഞ്ഞെന്ന് വരില്ല. കേരളത്തിൽ വെള്ളപ്പൊക്കമാണെന്നും റൂട്ടിനെ അത് ബാധിക്കാമെന്നും ഇപ്പോൾ മാപ്പിൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. മലയോര ഗ്രാമങ്ങളിൽ വേനലിൽ വെള്ളം കുറഞ്ഞയിടങ്ങളിൽ ജീപ്പുകളടക്കം പുഴ മുറിച്ചു കടക്കും. ഇത് ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്തും മാപ്പ് കാണിക്കുന്നത് ഈ റൂട്ടായിരിക്കും. ഇന്റർനെറ്റ് കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാപ്പിൽ കൃത്യത കുറയും. ഇറങ്ങും മുൻപ് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ശബ്ദ നിർദ്ദേശമനുസരിച്ച് ഇടത് വലത് തിരിയുമ്പോൾ മാപ്പ് കൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വളവുകൾ മാറിപ്പോകും. തിരക്ക് കുറവുള്ള റോഡുകളെ എളുപ്പ വഴിയായി കാണിക്കാറുണ്ട്. എന്നാൽ ഇത് മൺസൂൺ കാലങ്ങളിൽ സുരക്ഷിതമാകണമെന്നില്ല. ഇനി ഗൂഗിൾ മാപ്പിനോട് നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗൂഗിൾ മാപ്പിൽ യാത്രാരീതി തിരഞ്ഞെടുക്കാൻ മറക്കരുത്. 4 വീലർ, 2 വീലർ, സൈക്കിൾ, കാൽനട യാത്ര എന്നിങ്ങനെ യാത്ര ചെയ്യുന്ന രീതി തിരഞ്ഞെടുക്കണം. ബൈക്ക് പോകുന്ന വഴി 4 വീലർ പോകില്ല. ഈ കാരണം കൊണ്ട് തന്നെ വഴിതെറ്റാം. യാത്ര ചെയ്യുന്ന റോഡിൽ തടസ്സമുണ്ടായാൽ അത് മാപ്പിൽ അപ്ലോഡ് ചെയ്യണം. പിന്നാലെ വരുന്ന യാത്രക്കാർക്ക് അത് പ്രയോജനപ്പെടും. ഗൂഗിൾ മാപ്പിൽ നമുക്കും ലോക്കൽ ഗൈഡ് ആകാൻ സാധിക്കും. നിങ്ങൾ പോകുന്ന വഴിയിലെ ഫീച്ചറുകൾ ഗൂഗിൾ മാപ്പിൽ ചേർക്കാം. ഫോട്ടോ, റോഡ് ബ്ലോക്ക് തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗൂഗിൾ നിങ്ങളെ ലോക്കൽ ഗൈഡ് ആക്കും. വിവരങ്ങൾ അധികം ചേർക്കുന്നതിനനുസരിച്ച് ഗ്രേഡിംഗ് കിട്ടും. 100 GB സ്പേസ് അടക്കമുള്ള സമ്മാനം ഗൂഗിൾ തരികയും ചെയ്യും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.